നാവികസേന ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന ഒരു ഔദ്യോഗിക വിവരങ്ങൾ അവരെങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ഇപ്പോൾ ഇന്ന് വീണ്ടും സ്കാൻ ചെയ്യുന്നു, ലൊക്കേഷനിൽ കണ്ടെത്തുകയുണ്ടായില്ല. ഇത് എത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നേവിയുടെ ഒരു ഔദ്യോഗികമായ തീരുമാനം? ദിവിഷ, ഈ തിരച്ചിൽ എത്ര ദിവസം നീണ്ടു നിൽക്കും, എത്ര ദിവസത്തിനകം നമുക്കൊരു കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ കഴിയും? അക്കാര്യങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ നമുക്കൊന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ പല സ്ഥലങ്ങളിലായാണ് ഈ ലോഹഭാഗങ്ങൾ കിടക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാവികസേനയുടെ സോണാർ സ്കാനിംഗ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നൽകിയത്. ആദ്യഘട്ടത്തിൽ ആ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതും ഈ സോണാർ പരിശോധനയിലൂടെയായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ആ സോണാർ പരിശോധന നടത്തി. ആ ചിത്രങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് പുറത്തുവിട്ടത്. അതിൽ 2 പോയിന്റാണ് പ്രധാനപ്പെട്ടത്. ഇന്നലെ മാൽപേ സംഘം ഈ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ജാക്കി കണ്ടെടുത്തത് അത് 1ാമത്തെ പോയിന്റിൽ നിന്നാണ്. ഇപ്പോൾ കൂടുതലായി ലോഹഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 2ാമത്തെ പോയിന്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 1നും 2നും ഇടയിലുള്ള ഭാഗത്താണ് പ്രധാനമായും നാവികസേനയും ഇപ്പോൾ മാൽപേ സംഘവും പ്രധാനമായും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2ാം ഭാഗത്ത് നിന്ന് കൂടുതൽ ലോഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ നാവികസേനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ആ തിരച്ചിൽ നടക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയുള്ളത്, ആദ്യഘട്ടത്തിൽ അവർ ഈ സോണാർ സ്കാനിംഗ് നടത്തിയപ്പോൾ കണ്ടെത്തിയ ആ ലോഹഭാഗത്തിന്റെ മുകൾ തട്ടിൽ കൂടുതൽ മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സോണാർ സ്കാനിങ്ങിലൂടെ അവർക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ അതിന് അടിത്തട്ടിലുള്ള വസ്തു എന്തായാലും പുറത്തേക്ക് എടുക്കാൻ കഴിയൂ. ആ ഒരു ഘട്ടത്തിൽ പോലും ഈ ലോറിയുടേതെന്ന് സംശയിക്കുന്ന പല അവശിഷ്ടങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലോഹഭാഗങ്ങളായി തന്നെ കിട്ടുന്നു. അങ്ങനെ കിട്ടുന്ന ഓരോ ലോഹഭാഗങ്ങളും കരയിലെത്തിച്ച് അത് വിശദമായി പരിശോധിക്കുകയാണ് ഇപ്പോൾ നാവികസേന ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കയറ് കിട്ടിയത്. ആ കയറിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, അർജുന്റെ ലോറിയുടേതാണ് ആ കയറെന്ന് ഉറപ്പായതോടുകൂടി തന്നെ ഇനി ആ തെരച്ചിൽ കൂടുതൽ ആ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ച് നടത്തുക, ആ രീതിയിലാണ് ഇപ്പോൾ നാവികസേന മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നും നാളെയുമായി ഇക്കാര്യത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. കൂടുതൽ അനുയോജ്യമായ ഒരു സമയത്താണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് എന്നതാണ് നാവികസേന പറയുന്നത്. കാരണം ഗംഗാവലിയിലെ കുത്തൊഴുക്കിന് ഒരു ശമനമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായും അവിടെ മുങ്ങിത്തപ്പി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിവിടെയൊക്കെ ഒരു തടസ്സമായിട്ടുള്ളത് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തെരച്ചിൽ നടക്കുന്ന 2ാമത്തെ പോയിന്റിൽ വലിയൊരു മരം വന്നടിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ മരം അടിഞ്ഞതിന് ഇടയിൽ നിന്നാണ് ഈ ലോഹഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ സുഖകരമായി ഒരു തിരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയേ അല്ല. കാരണം വലിയൊരു മരത്തിൻ്റെ ഭാഗം തന്നെ അവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് മണ്ണ് വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നതാണ് അടിത്തട്ടിൽ പോയ നാവികസേന ഉദ്യോഗസ്ഥർ പുറത്തേക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ പരിശോധന നടത്തുന്ന ഭാഗത്ത് നിന്ന് നിരവധി ലോഹഭാഗങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ലോഹഭാഗങ്ങൾ ഒന്നും തന്നെ അർജുൻ്റെ ലോറിയുടേതാണ് എന്ന കാര്യം ഇതുവരെ നാവികസേന സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആ വാഹനത്തിൻ്റെതാണ് എന്ന് കൃത്യമായി 100% ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവർ ഔദ്യോഗികമായി ആ വാഹനം ഈ ലോറി ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ ഉണ്ട് എന്ന കാര്യം നമ്മളോട് സ്ഥിരീകരിക്കുകയുള്ളൂ. കാരണം അവരങ്ങനെ ഒരു സ്ഥിരീകരിച്ച് വിവരം പുറത്തേക്ക് നൽകിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ആ ലോറി കണ്ടെടുക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് അവർ ഇപ്പോഴും പോയിട്ടില്ല. അന്തിമമായും അതിലൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അവിടെ ഒരു അടിത്തട്ടിൽ വലിയ ലോഹഭാഗമുണ്ട്. ആ ലോഹഭാഗം പുതുതായി ഈ തെരച്ചിലൂടെ അതിൻ്റെ ഓരോന്നായി പുറത്തേക്കെടുക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നാവികസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1ാം പോയിന്റിൽ നിന്ന് ഒരു വലിയ ജാക്കി കിട്ടുന്നു, 2ാം പോയിന്റിൽ നിന്ന് കൂടുതൽ ലോഹഭാഗങ്ങൾ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോറി എന്തായാലും ആ അടിത്തട്ടിലുള്ള ഈ വാഹനം അത് അർജുൻ്റേതാണെങ്കിലും മറ്റേതെങ്കിലും വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളാണെങ്കിലും എന്തായാലും നമ്മൾ സാധാരണ കാണുന്ന അതേ രൂപത്തിലല്ല. അതിന് വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നാവികസേന ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കാരണം അതുകൊണ്ടാണ് ഇതിൻ്റെ പല ഭാഗങ്ങളായി ലഭിക്കുന്നത് എന്നതാണ് അവർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ അടിത്തട്ടിൽ കൃത്യമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദൃശ്യ മികവോടുകൂടി അവർക്ക് ആ സോണാർ സ്കാനിംഗ് ചിത്രം ലഭിച്ചു. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. അതിൽ നിന്ന് കൃത്യമായും നമുക്ക് ശുഭസൂചകമായ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക. ശരി, ബിന്നിലാണ് വിശദമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.